ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മുടെ മുത്തുകൾ എന്ന് പറഞ്ഞാൽ പറവപ്രാവ്. ഇതിൽ നിന്നാണ് നമ്മുടെ തുടക്കം. എത്ര വർഷം മുന്നേ? ഏകദേശം എനിക്ക് തോന്നുന്നൊരു 30 വർഷം മുന്നേ നമ്മൾ പ്രാവ് വളർത്തൽ തുടങ്ങിയിട്ടാ, 30-ന് മേലെ. അപ്പോൾ അന്നേരം തുടങ്ങിയാൽ അന്നേരേ നമുക്ക് ഈ പറവയിലാണ് ക്രേസ്. അത് പിന്നെ ആയി വന്ന് കൂടി പിന്നെ ഫാൻസി പ്രാവായി, പിന്നെ പല ജീവികളെയും വളർത്താൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ പ്രാന്ത് കയറ്റാനുള്ള ഏറ്റവും ആദ്യത്തെ സാധനമാണ് ഈ പ്രാവുകളിൽ അതും പറവ. പണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് കളിയാക്കലെന്ന് അറിയോ? അട്ട നോക്കി നിന്നിട്ടാ ഫുൾ ടൈം ഇങ്ങനല്ലേ, ഇങ്ങനെ നോക്കിയിട്ടില്ല, വെയിലെല്ലാം കൊണ്ടിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ വെയിലത്തേക്ക് നമുക്ക് കണ്ണിറങ്ങുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ അത്യാവശ്യം ട്രെയിൻ ചെയ്ത് ഏകദേശം ഒരു 4-4.5 മണിക്കൂർ വരെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ വരെ മിഞ്ഞാന്ന് വരെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സമയത്ത് ശരിക്കും വിടില്ല, പക്ഷെ എന്നാലും വിട്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇറക്കാം. ഓക്കെ. ഇത് പറവനെ കുറിച്ചിട്ട് പറയുന്നത് പറവ ഒരു വികാരം വന്നിട്ടാ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളർത്തുന്നവർക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ പണ്ട് റേസിംഗ് പീജിയനും ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഹോമേഴ്സും അതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് വിട്ടിട്ടൊക്കെ നമ്മൾ എത്തിക്കുന്ന പരിപാടി അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പ്രാവ് വളർത്തുന്നവർക്ക് സുപരിചിതമായ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മാനസിക സുഖം ഒരു വേറെ തന്നെയാണ്. അതുപോലെ നമുക്കൊരു ചെറിയ കുഞ്ഞ് മാടപ്രാവിനെ കിട്ടിയിട്ടുണ്ടായിനെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വളർത്തി പറപ്പിച്ച് ഇപ്പോൾ അത്യാവശ്യം പറക്കുന്നുണ്ട്, തമ്മിൽ ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. അതുപോലെ കൂടും സെറ്റപ്പെല്ലാം നമുക്ക് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ ചെറിയ കുട്ടികളും ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടാളെയും വിടാൻ വേണ്ടി പോയെന്നേ. പൊളിപ്പറവേണ്ടാ. ഓക്കെ, പേടിക്കണ്ട. ഓക്കെ, റെഡി, 1 2. ഓക്കെ അല്ലേ മിസ്റ്ററേ? വാ. നമ്മൾ മാടയും മാടപ്രാവും പിന്നെ ഒരു പ്രാവും നമ്മൾ നേരത്തെ വിട്ടത് തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ഇവരുടെ ഹൈറ്റ് ഏകദേശം നോക്കിയാൽ കാണാമെന്നറിയില്ല, അത്രയും മേലെത്തും. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കാലിയായിട്ടുള്ള സ്ഥലമല്ലേ. അതുപോലെ അവർക്ക് കൂടിൻ്റെ മേലേക്ക് തന്നെ ഇറങ്ങാനുള്ള സംവിധാനവും, അതുപോലെ നമ്മൾ വെട്ടുപ്രാവിനൊക്കെ ഇടാനുള്ള സംവിധാനവും എത്ര ദൂരത്തുനിന്നാണെങ്കിലും ഈ സ്ഥലം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല സുഖമാണ്. ഒന്നാമത് നമ്മളടുത്ത് ബീച്ചാണ്, അതുപോലെ നമ്മൾ ഈ ഒരു ഏരിയ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് താഴെ തന്നെ ഇറങ്ങും കേട്ടോ. ഓക്കെ, ഇതണ്ട ഹൈറ്റ് പിടിക്കാൻ തുടങ്ങി. മേലോട്ട് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ, അമ്മാതിരി വെയിലാണ്. ആ മാടപ്രാവ് താഴെ തന്നെ ഉണ്ടാവും, മറ്റേ രണ്ടാളും മേലേക്ക് കയറിക്കോളും. സൈറേ, നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കുറേ പുതിയ നമ്മുടെ ടീമായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പെറ്റ് സ്റ്റേഷനിലെ പുതിയ ആൾക്കാരാണ്. ഇവൻ പിന്നെ കുറച്ചായി, നമ്മൾ CGHൻ്റെ മോനാണ്. ഇതെല്ലാം പെറ്റ് സ്റ്റേഷനിൽ നമ്മളെ പുതിയ ടീം. സെറ്റല്ലേ? ഇവനെ പിന്നെ നമ്മളെ മുന്നേ കണ്ടിട്ടുണ്ടാവും. പെറ്റ് സ്റ്റേഷനിൽ വേറെ പണിയെല്ലാം നോക്കിയിട്ട് പോയിട്ട് ലാസ്റ്റ് പെറ്റ് സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തി അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ ഓറിയോ ഉണ്ടായില്ല ഇപ്പോൾ ഇവിടെ? ഓറിയോ ഉണ്ടായില്ല വരുമ്പോൾ ഇവിടെ കയറിയാ? ഓക്കെ, ഓറിയോ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയാൽ കാണിക്കാമല്ലോ. ഫുഡേക്കുന്നത് ഓക്കെ, നല്ല ഇങ്ങനെ ഫുള്ള് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായി. ഓറിയോൻ്റെ ഷൂ ട്രിം മറ്റേ വൂഫ് ട്രിം ചെയ്തിട്ടുണ്ടായി മിഞ്ഞാന്ന്. അത് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. നമ്മൾ മിസർ ക്യാമറ ഇങ്ങോട്ടേക്ക് ബാക്കിലൊരു സർപ്രൈസ് ഉണ്ട്, അടുത്ത വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ പറവനെ കുറച്ച് ഹൈറ്റിലെത്തട്ടെ, എനിക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ആയിട്ടില്ലേ? മിസറിനൊന്നും കാണുന്നില്ല എന്നാണ്, എനിക്ക് കാണാൻ നോക്കട്ടെ. മേലോട്ടേക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, സോറി. സംഭവം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നും കാണുന്നില്ല. കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ വിട്ടുപോയി. ഇതാ പ്രാവിനെ കാണുന്നുണ്ട്, ആ ക്യാമറയിൽ കാണുന്നുണ്ടോന്നാന്ന് മനസ്സിലാവാത്ത കേട്ടാ. ഒന്നാമത് അതാ ആ ഭാഗത്ത് തന്നെ കിട്ടുന്നത്. ഓക്കെ, നീ ഓഫ് ചെയ്യണ്ട, ഇങ്ങനെ പിടിച്ചോ. അത്രയും ഹൈറ്റിലേ ഉള്ളതേ. ഇവർ മാടയും മറ്റേതും സെപ്പറേറ്റ് പോകുന്നുണ്ട്. നമ്മൾ വിട്ട രണ്ടാൾ മേലെ നല്ല ഹൈറ്റ് പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, മേലോട്ട് വെക്കാൻ പറ്റുന്നില്ല. കാണുന്നുണ്ടോ മിസറേ? ഓക്കെ ഓക്കെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം. അതുപോലെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലെ കുറച്ച് കാഴ്ചകളുണ്ട്. നമ്മൾ അനാക്കോണ്ട ഫുഡ് എടുത്ത് വന്നാൽ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അനാക്കോണ്ട ഇതുവരെ ഫുഡ് എടുത്തിട്ടില്ല. അനാക്കോണ്ട എല്ലാവരും പേടിക്കാൻ കേട്ടോ, ചത്തൂലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. 2 മാസമായാലും 3 മാസമായാലും ഒന്നും പ്രശ്നമില്ല. അത് അവരുടെ
എല്ലാം സെറ്റായി കഴിഞ്ഞാലേ അവർ ഫുഡ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് മോൾട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ വെള്ളത്തിൽ തന്നെ പുതിയ എൻക്ലോസറിലാക്കിയതിന് ശേഷം അധിക സമയത്ത് വെള്ളത്തിൽ തന്നെ ഇന്ന് മേലേക്ക് കയറി അതിന് മേലിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ പിന്നെ ഷെഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൾ മറ്റേ കുറച്ച് മാറി വന്നിട്ടുണ്ട്. അതുപോലെ പെറ്റ് സ്റ്റേഷനിലെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കൂടി നമുക്ക് കാണാം. വാ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കാണിക്കാത്തൊരു സംഭവം നമ്മൾ കാണിക്കുക. നമ്മുടെ ഓറിയോനെ നമ്മൾ അതിൻ്റെ ഹൂഫ് ട്രിം ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. നമ്മൾ കുറേ നാളെ മുന്നേ ഒക്കെ നമ്മൾ ലാഡടിക്കുന്നത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഹൂഫ് ജസ്റ്റ് ട്രിമ്മിങ് മാത്രമേ ഉള്ളൂ. ഇതാ നമ്മളെ നവാസ്ക നല്ല കല്യാണം കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് വന്നിട്ടതാ. അപ്പോൾ പിന്നെ ഇതാ ഇപ്പം 3 കാല് കഴിഞ്ഞ് ഒരു മിനിറ്റ് നവാസ്ക കാണിക്കല്ല, 8 മിനിറ്റ് ഇതാ അതിൻ്റെ കാലെടുത്ത് കാണിച്ചാൽ ഇത് ആദ്യം ബടാ ബാ അറിയോ. ഓക്കെ, ഇതണ്ടാ കാല് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഫുള്ള് നടത്തിച്ചിട്ടെല്ലാം വന്നാണ് കംപ്ലീറ്റ് അഴുക്കും കാര്യങ്ങളെല്ലാം ആയി. ഇനി ഇതിപ്പോൾ കംപ്ലീറ്റ് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കും. ഏകദേശം ഇതേപോലെ ഉണ്ടാവും. നോക്കിക്കോ ഡാ. ഓക്കെ, ഇതുണ്ടാ ഇതിപ്പോൾ ട്രിം ചെയ്ത് ശരിയാക്കിയ കാലം വേണ്ട, കംപ്ലീറ്റ് ട്രിം ചെയ്ത് ശരിയാക്കിയാണ്. സാധാരണ ഇതിൻ്റെ പുറത്ത് നമ്മൾ ലാഡും കൂടി അടിക്കും. പക്ഷേ ഇത് ഓടിക്കാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ലാഡത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ. പകുതി ഏകദേശം തീരാറായി. ഇതുണ്ടാ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്. ഇത് എന്താ പറയുക, കുതിരൻ്റെ കാല് വേദനിക്കോ, അതിനിങ്ങനെ മുറിക്കുമ്പോൾ അതിന് പിന്നെ വേദനയാവൂലേ, ശരീരത്തിൻ്റെ പാർട്ടല്ലേ മുറിക്കുന്നത്, അങ്ങനെയല്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ നഖം പോലുള്ള ഭാഗമാണ്. ഇപ്പോൾ നഖം നമുക്ക് വളർന്നാൽ എന്താ സംഭവിക്കുക, നമുക്കൊരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് അതിനെ ലെവലാക്കി വെക്കുന്നതാണ് ഈ കാണുന്നത്. കുതിരയ്ക്ക് വേദന ഉണ്ടെങ്കിൽ കുതിര നിൽക്കുമോ? കുതിര കണ്ട നല്ല രീതിയിൽ നിന്നിരുന്നുണ്ടോ? ഇതാടാ നമുക്ക് കുറച്ച് ബദാം കൊടുത്താലോ. ബാ. ബദാമിനാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നെ കണ്ടരേ തുടങ്ങി കളി. അതേപോലെ ഓരോ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് 4 മാസം കഴിഞ്ഞാലല്ലേ സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് എന്നെ കണ്ട ഇതാ പ്രശ്നം, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യവാ കാല് നല്ല ചുള്ളൻ കാലായില്ലേ. ഓക്കേ, അപ്പോൾ ഇതാ നമ്മുടെ ട്രിമ്മിങ്ങെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. ബാ, അപ്പോൾ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് വെറുതെ വിട്ടാലോ, നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ കാല് കാണിച്ചേ, 4 കാലും കാണിച്ചു കൊടുത്തേ, 4 കാലും കാണിച്ചേ. അയ്യവാ വഞ്ചനായില്ലേ. ഓക്കെ, പിന്നെ ഓടിക്കാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓടും കേട്ടോ, നല്ല രസം കാണാൻ. നമ്മളെ കറക്റ്റ് സ്റ്റേബിളിലേക്ക് തന്നെ പോകുന്നതാണേ. ഇപ്പോൾ നമ്മൾ പുറത്തിറക്കി നമ്മൾ ജസ്റ്റ് ഇടുന്ന് ഫ്രീ ആയിട്ടൊന്ന് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പെറ്റ് സ്റ്റേഷനിലേക്ക് തന്നെ പോകും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആൾക്കാർ പേടിക്കുമെന്ന് അറിയില്ല. ബാ 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 ബാടാ ബാ ബാ ഓടിക്കോ. ഏതാ രസം എന്നറിയോ. അയ്യോ, പെറ്റ് സ്റ്റേഷനിലും കഴിഞ്ഞ് അങ്ങ് വിട്ട്. അത് കുഴപ്പമില്ല, തിരിച്ചു വരും. പാർക്കിങ്ങിൽ പോയി ആൾക്കാർ കണ്ടാൽ പേടിക്കും, അതാ പ്രശ്നം അല്ലേ. അപ്പോൾ പെറ്റ് സ്റ്റേഷനിൽ കയറുവാ. എനിക്ക് വേണോ, ഇത് വേണോ? ഓക്കെ, ഗുഡ് ബൈ. അപ്പോൾ നമ്മളെ പെണ്ണിനെ കൊണ്ടുവന്നതാ ഓരോന നമ്മൾ സ്റ്റേബിളിൽ വിട്ടേ. ഇവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് സ്റ്റേബിൾ. വാലെന്തിങ്ങനെ പറ്റിയെന്നറിയോ? വാലെന്ത് കാണുമ്പോൾ മനസ്സിലാണ്ട്, ചെറിയ വാലായത് നമ്മൾ ജോട്ടൊക്കെ അടിച്ച് മുറിച്ച് തന്നിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ജോട്ടനെയും കൂടി ട്രിം ചെയ്യാം. മതിയുടെ കഴിഞ്ഞ്. ഓക്കെ, ഇതുണ്ട് അടുത്ത നമ്മുടെ ജോട്ടനെ കണ്ട. ജോട്ട ശരിക്കും നല്ല എന്താ പറയുക, നല്ല ഒത്തൊരു കുതിരക്കുട്ടിയാണ്, നല്ല രസമാണ്. അതുപോലെ കളിക്കൊന്നും യാതൊരു കുറവില്ല കേട്ടോ. നമ്മളെ ബോണിൻ്റെ ഏട്ടനായിട്ട് വരും അല്ലേ. കടത്തും. ഓക്കെ, അപ്പോൾ നവാസ്കത ഇപ്പോൾ നമ്മൾ പിന്നെ ചെറിയ കുതിരൻ്റെ തന്നെ ലാഡടിക്കാനൊന്നായിട്ടില്ല. ഇവർക്ക് 2.5 വയസ്സ് കഴിഞ്ഞാലേ നമ്മൾ ലാഡടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ഹൂഫൊക്കെ ട്രിം ചെയ്ത് സെറ്റാക്കി നിർത്തേ ഉള്ളൂ കേട്ടോ. ഇതാ ഇപ്പോൾ ഇത് ട്രിം ചെയ്ത കാല്, ഇത് ട്രിം ചെയ്യാത്ത കാല്, ആ ഡിഫറൻസ് ഉണ്ടാ. ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ നമ്മൾ കുതിരൻ്റെ കാല് കാണാറില്ലേ, വലിയ നീളത്തിങ്ങനെ വളഞ്ഞിട്ടൊക്കെ.
അപ്പോൾ ശരിക്കും എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പോർഷൻ അധികമാകുമ്പോൾ തന്നെ ഇവർക്ക് വലിയൊരു വെയിറ്റ് എടുത്ത് നടക്കുന്ന ഫീൽ ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇവരുടെ ബാലൻസിങ് മൊത്തം തെറ്റും. അതുപോലെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും നടത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമാണ് അവർക്ക് അങ്ങനെ ശരിക്കും നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, കണ്ടാ കുതിര അത്യാവശ്യം വലുതായില്ലേ? ജോട്ട ബേബി, ജോട്ട കുട്ട. ആ രണ്ട് കാലും ഇത് ബാക്കിലത്തെ കാല് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട്. ഇതണ്ടാ, ഇത് ചെയ്ത കാല്, അത് ചെയ്യാത്ത കാല്. ഇതാ നേരത്തേക്കിട, നേരെ വെക്കട, നേരെ വെക്കട. ഓക്കെ, കണ്ടാ ഡിഫറൻസ് കണ്ടാ? പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു മണം ഉണ്ടാവും കേട്ടോ. നമ്മുടെ മറ്റേന്താ പറയുക, പോത്തിൻ്റെ കൊമ്പെല്ലാം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണയില്ലേ, ആ മണം ഇങ്ങനെ ഈ ഭാഗത്തുണ്ടാവും. അത് ഒരു 1-2 ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ ഡോഗ്സെല്ലാം വന്നിട്ട് ഇത് കഴിക്കും കേട്ടോ. ഇതുണ്ട്, ഇതാ എടുക്കുന്നതൊക്കെ വലിയ പീസ് ഇതാ ഇങ്ങനെ വരണ്ട. അത്രയും വലിയ പീസാണ് കട്ട് ചെയ്തെടുക്കണ്ട. കാണുന്നുണ്ടാ? കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് വേദനിക്കൂല. ഇത് കുറച്ചും കൂടി സ്മൂത്തായിരിക്കുമോ മറ്റേതിനേക്കാളും ചെയ്യാനല്ലേ? ഇളമായതുകൊണ്ടല്ലേ? ഡെഡ് അല്ല, അങ്ങനെയല്ല. ഈ മറ്റേ വലിയ കുതിരനെ സംബന്ധിച്ചിടത്തോളം ചെറിയതിൻ്റെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ഉണ്ടാവും അല്ലേ? ഓക്കെ. അല്ല, കാണുമ്പോൾ തന്നെ അങ്ങനെ ഫീൽ ചെയ്യുന്നു, വേഗം പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു കാണുമ്പോൾ. ഇതാണ് ചെയ്ത ആ വൃത്തി കാണുന്നത്. ഇതൊക്കെ നേരത്തെ ചെയ്യുന്നതിന് അത്ര പെർഫെക്ഷൻ എന്താ പറയുക, കാണുമ്പോൾ വീഡിയോയിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ ഇത് നല്ല ഉണ്ട് കാണാൻ. ഇതൊക്കെ ഓക്കെ, സെറ്റ്. നവാസ്ഖാൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. നവാസ്ക കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പ്രോപ്പറായിട്ടുണ്ട്. ഉത്തരവാദിത്തം പറഞ്ഞെങ്കിൽ കല്യാണം തന്നെ നയിക്കണം കേട്ടോ. ആയിട്ടുണ്ടോ? അല്ല, ഇനി ഉത്തരവാദിത്തം വരാനല്ല, പെർഫെക്റ്റ് ആണ്. അല്ല, ആദ്യം ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞിട്ടേ വരും. ഇപ്പം നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇനിയും ശരിയാണെങ്കിൽ 1 കല്യാണം കൂടി കഴിക്കാന്നാ പറഞ്ഞത്. ഇതുണ്ടാ നല്ല പെർഫെക്റ്റായി. ഓക്കെ, ചെറിയ മിനുക്കുമണികളും കൂടി ബാക്കിയുണ്ട് അത്ര. ഓക്കെ, സെറ്റ്. നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ഭയങ്കര കട്ട ഫാൻസ് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അരാപ്പയ്മനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടിയാണ്. എന്താ മോൻ്റെ പേര്? ഹരിനന്ദ്രാജ്. ഓക്കെ, അനുനന്ദ്രാജ്. 2 അനു ഹരി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവർക്ക് ഫീഡ് കൊടുക്കാം. ഇവനെ കണ്ട ഭയങ്കര ഭീകരനായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തെങ്കിലും അവസരം കിട്ടിയാൽ അപ്പം അടിക്കും. ഇപ്പോൾ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടാ. ഇപ്പോൾ ഇവനെ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടാക്കി നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടത്തേക്ക് തിരിച്ചു വന്നു. ഒരു രക്ഷയില്ല. അധികം കളിച്ച് അറാപ്പയ്മക്ക് കൊടുക്കുന്നേ. പിടിച്ചോ. ഓക്കെ, ഇതിനകത്ത് വീഡിയോ കാണാത്ത ആരും ഇല്ലല്ലോ? എല്ലാവരും വീഡിയോ കാണുന്നവരല്ലേ? ഓക്കെ, മിസ്റ്റർ ഇങ്ങോട്ട് വന്നോ, ഇപ്പുറം നിർത്തും. നല്ല താത്തി മുട്ടിച്ചു കൊടുത്തേ. ചിലപ്പോൾ കടിയൊക്കെ കിട്ടുമേ. ഇവിടെ ഓക്കെ, എല്ലാവരും ശരിക്കും നോക്കിക്കോട്ടാ. ഓക്കെ, സെറ്റ്. അയ്യേ, അത് ഇട്ട് കൊടുത്ത് നമ്മൾ ഹരി കൊടുക്കും വൃത്തിയില്ലല്ലേ? അവനത് കൊളാക്കി മേലിൽ ഇട്ട് കൊടുത്ത് മുട്ടിക്കണം കേട്ടോ. ഇതാ മീൻ്റെ ബോക്സ് തുറക്കുമ്പോൾ എത്തിയേ. ഇതിൻ്റെ അകത്ത് തല ഇട്ടെങ്കിൽ തല അടിച്ച് ഞാൻ പൊളിക്കും. ഇല്ലട്ടാ, എത്ര ഇവന് ഈ വയറ് ഫുള്ളായി കഴിഞ്ഞാണ്ടല്ല പിന്നെ അവിടെ വന്ന് ഒറ്റ കിടത്താം. വയറ് ഫുള്ളാണെങ്കിൽ കുറച്ച് പണിയുണ്ട്, അധികം കഴിക്കും. ഓക്കെ, ആ മീൻ വേണ്ട കേട്ടാ, നല്ല എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയത്. ഓക്കെ, ഇതാ ഹരി. ഓക്കെ, സ്ലോലി മുട്ടിച്ച് കൊടുക്കണേ വെള്ളത്തിൽ, എന്നാലേ ആ എഫക്റ്റ് കിട്ടുള്ളൂ. അവിടെ കൊടുക്കണേ. ഓക്കെ. അത് ഫീൽ അല്ലേ? ഇങ്ങനെയുണ്ട് നീ കഴിയിട്ടാ? ഇല്ല, അപ്പം പാവം ഒന്നും കടിക്കൊന്നുമില്ല. ഓക്കെ, അപ്പം മൊത്തമായിട്ട് കണ്ടിട്ട് അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറ. ഓക്കെ, എങ്ങനെയുണ്ട്? ഇഷ്ടമായിനാ? ഓക്കെ, അനക്കൊണ്ടൊക്കെ ഉണ്ടാ?
അനക്കോട്ട ഷെഡിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, ഇല്ല ഫീഡ് ഇതുവരെ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഷെഡിങ്ങൊക്കെ കഴിഞ്ഞത് കൊണ്ട് ഇനി എടുക്കും. ഇപ്പോൾ പുതിയ എൻക്ലോഷറിൽ സെറ്റാണ്. ഇപ്പോൾ ഫുൾ ടൈം വെള്ളത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ശരി, നടക്കട്ടെ. വീഡിയോയിൽ കാണട്ടെ, നാളത്തെ വീഡിയോയിൽ. ഓക്കെ, ശരി. ഇതണ്ട നല്ല അത്യാവശ്യം നല്ല സൈസായേ. ശരിക്കും എന്താ പറയുക, ബസ്സെല്ലാം പാർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ നമ്മളിത് തുറക്കുമ്പോണ്ടല്ല 5 ആൾ വന്നിട്ട് ഇങ്ങനെ 4 ആൾ നിറഞ്ഞു നിൽക്കും, ഒരാൾ താഴെ. എപ്പോൾ അങ്ങനെ ഉണ്ടാവാം. ഇതണ്ടാ ഇന്നെ പിടിച്ച് ഇട്ട് കൊടുക്കലെന്ന് ഇടാം. ഇട്ട് കൊടുക്കട്ടെ, പിടി പിടി. ആ ആ ആ ആ കുറച്ച് ആവതുണ്ടെങ്കിലല്ല ഈനെ പിടിച്ചിട്ട് തിന്നു. അത്രയും ഭീകരനാണ്, ഭീകരൻ. തലൻ്റെ ഭാഗത്ത് കൊണ്ട് പോകണ്ട, തലൻ്റെ ഭാഗത്ത് കൊണ്ട് പോയാൽ പണി കിട്ടും. കൈവരുത്തി വെച്ച് കൊടുക്കണോ മുറിപ്പിക്കാൻ? ഇതുണ്ട് അവർ ചെറിയ സ്ക്രാച്ചായിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇതെന്താ അറിയോ, ഈ ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിന് മുട്ടിച്ച് കൊടുക്കും പേടിച്ചിട്ട്. അപ്പോൾ അവിടെ മുഖം അടിച്ചിട്ട് മുറിഞ്ഞു പോയതാണ്. ശരിയായി, ഉണങ്ങി, പക്ഷേ ഒരു ചെറിയ പൊങ്ങി നിൽക്കുന്നുണ്ട് അവിടെ. അതുപോലെ നമ്മൾ ആൽഗയിൽ വന്ന് ടാങ്ക് നല്ല സെറ്റായേ. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗ വന്നതുകൊണ്ട് നമുക്ക് ബാക്കിൽ നിന്ന് കാണാൻ നല്ല രസമാണ്. അത്യാവശ്യം നല്ല സൈസായി കേട്ടോ. നമ്മൾ മുന്നേ കൊണ്ടുവരുമ്പോൾ ചത്തുമില്ലേ, അതിനേക്കാളും ഏകദേശം സൈസായി ഇപ്പോൾ. കറക്റ്റ് സമയത്ത് നമ്മുടെ അടുത്ത സബ്സ്ക്രൈബറും കൂടി വന്നിട്ടുണ്ട് അല്ലേ. എന്താ പേര്? റിൻഷദ്. ഓക്കെ, എവിടെ സ്ഥലം? മലപ്പുറത്ത് നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആരാപ്പയ്മന് വീഡിയോ അല്ലേ. ഇതാ ഇവനിക്ക് ആര് വീഡിയോ കൊടുക്കുമ്പോൾ എനിക്കൊരു ബോണസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ചെറിയ മീനാണേ, ചിലപ്പോൾ കടിയൊക്കെ കിട്ടുമേ. നമുക്കൊരു കടി കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. റിൻഷാദിനൊരു കടി കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഭാഗ്യം ഉണ്ടെങ്കിൽ കടി കിട്ടും കേട്ടോ. ഓക്കെ, സ്ലോലി മുട്ടിച്ചോ, മെല്ലെ മുട്ടിച്ചോ. മുട്ടട്ടെ മുട്ടട്ടെ. കിട്ടിയാ? ഒരു കടി കിട്ടുന്ന വീഡിയോ കാണിക്കണമെന്ന് പറയാൻ വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത എറണ കിട്ടുമോ നോക്കാം. എന്തായാലും നിങ്ങളെ രക്ഷപ്പെട്ട്. ഓക്കെ, ബാ. അതേപോലെ നമ്മുടെ കൊയ്പ്പൂനെ കണ്ട, കൊയ്പ്പൂൻ്റെ ഫീഡിങ് കണ്ട എന്താന്ന് എല്ലാവരും നിറഞ്ഞിരുന്ന് തിന്നു നോക്കിയാൽ എന്താ രസമല്ലേ. അടിപൊളി. വെള്ളം നിറക്കുമ്പോൾ കുളി കാണുന്നുണ്ടോ, നല്ല രസമാണ്. വെള്ളത്തിൻ്റെ താഴത്തോട്ടെല്ലാം പോവും. അതാ വെള്ളത്തിൽ മുങ്ങി നീന്തോട്ടാ, ഭയങ്കര രസമാണ്. വെള്ളം എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്താണ്, വെള്ളം നമ്മൾ മാറ്റി പുതിയ വെള്ളം ഒഴിക്കുന്ന സമയത്താണ് ഇവരുടെ എല്ലാ കളിയും. നല്ല രസമാണ് കാണാൻ. അതുപോലെ വെള്ളം നമ്മൾ ഡെയിലി 3 പ്രാവശ്യം മാറ്റും കേട്ടോ. ഇവർ നല്ലോണം ഭക്ഷണം കഴിക്കും, അതേപോലെ വേസ്റ്റും ഉണ്ട് കേട്ടോ. ആ വേസ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫിൽറ്റർ ഉണ്ട്, പക്ഷെ എന്നാൽ കൂടി നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യേണ്ടിരുന്നത്. അത്രയും ഹെവി വേസ്റ്റാണ് ഇവരുടെ. നല്ല രസമാണ്. അർമാദിക്കുന്നുണ്ടാ. അതാ എൻ്റെ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ തോർത്ത നമുക്കെല്ലാം തോർത്തി നല്ല സെറ്റാക്കിക്കടാ. അയ്യവ ഏതാന്ന് ഇതിനെ കാണുമ്പോൾ അധികം ആൾക്കാർ കാപ്പിബാരയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അല്ലേ, അയ്യവ നല്ല തലയൊക്കെ തോർത്തി. ഒരു തോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണല്ലേ. കുറച്ച് സോപ്പും ഒരു തോർത്തും കൊടുത്താൽ സംഭവം സെറ്റ്. ഓക്കെ, ഇതെല്ലാം എല്ലാവരും കുളിയും കഴിഞ്ഞിട്ട് ഇതാ വരുന്നത്. അതാ ഫീഡെന്ന് കേൾക്കുമ്പോഴേക്കും ഇതാ ഓടി വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കുട്ടിക്ക് ഫീഡ് ചെയ്യുന്ന. പിന്നെ ഈ നമ്മുടെ സ്ക്വിരലിനെയും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചാലല്ല. സ്ക്വിരൽ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഇനി നമ്മളെന്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാരൻറ്റ് മെയിലില്ലേ, പാരൻറ്റ് മെയിലിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വിടും.
അതേപോലെ കുട്ടി ഇപ്രാവശ്യത്തെ കുട്ടി ഉണ്ടല്ല സെയിം അച്ഛൻ്റെ അതേ കളറാണ് വന്നിട്ടാ, ഏകദേശം അച്ഛൻ്റെ സെയിം കളറാണ്, രണ്ടും കൂടി മിക്സാണ്. വേടാ ബാ കണ്ട കുഞ്ഞിനെ കണ്ട. ഓക്കെ, അപ്പോൾ അമ്മയും കുഞ്ഞും സെറ്റായി. ഇനിയിപ്പോൾ ബാക്കി ആദ്യമുള്ള ടീംസിന് ഇതിനകത്തേക്ക് മാറ്റലാണ് ഇനിയൊരു ടാസ്ക്. അവരിപ്പോൾ ചെറിയ കൂട്ടിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കുട്ടി വലുതായി പുറത്തിറങ്ങിയതുകൊണ്ട് മറ്റുള്ളതിനെ അറ്റാക്ക് ചെയ്യൽ കുറയും. ഈ കുട്ടി ചെറുതായിട്ട് ഇരിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടി ഉണ്ടാവാം. ഇപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങിയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അത് നമ്മളെ പ്രിവോസ്റ്റും സെറ്റാണ്. ഇതാ നമ്മളെ അനാക്കോണ്ടൻ്റെ ഷെഡിങ്ങൊക്കെ കഴിഞ്ഞാണ്ടാ സെറ്റായിട്ടുണ്ട്. അതേപോലെ കളറുള്ളതാ പുറത്തേക്ക് വന്നിട്ട് നല്ല കളറായില്ല ഇപ്പോൾ ആ ഷെഡിങ് കഴിയുമ്പോഴേക്ക്. അതേപോലെ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ആഡ് ചെയ്യൽ. ഇതിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൻ എൻക്ലോസറായിട്ട് ഏകദേശം സെറ്റായി. ഒരു മിനിറ്റ് ഞാൻ ഇതെടുക്കട്ടെ. അപ്പോൾ പടം പൊഴിച്ച് സെറ്റ് ഉണ്ടാ. അപ്പോൾ ഓനെ ഓക്കെയാണേ, കുഴപ്പമൊന്നുമില്ല. പാമ്പ് ഡ്രസ്സ് അയച്ചിട്ട് പോയിന്ന് കൊണ്ട് നമ്മൾ പറയല്. ഓക്കെ, ഇത് കളഞ്ഞു. അപ്പോൾ ഇനി നമ്മളൊരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഫീഡ് കൊടുത്തു നോക്കാം കേട്ടോ. ഇനി ഫീഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഫീഡ് കൊടുക്കാം. ആരും പേടിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് പിന്നെ എന്താ ചേച്ചി, അതുപോലെ നമ്മൾ എലിൻ്റെ സെക്ഷനിൽ കുറേ നാളെ കാണിച്ചിട്ടല്ലേ. ഇപ്പോൾ നമ്മൾ കുട്ടികളെല്ലാം മാറ്റി ഇപ്പോൾ ഇനിയും വേറെ പാരൻസിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ പിന്നെ കുറേ നാൾ ഇവിടെ തന്നെ ഉള്ളതിനെ വലിയ കൂട്ടിലേക്ക് മാറ്റി അമ്മയും കുഞ്ഞുകളിൽ ഒരുമിച്ച് വിട്ട് പുതിയ പുതിയ ബാച്ചുകളെ മെയിലിനെയും ഫീമെയിലിനെയും മാത്രം നോക്കിയിട്ട് സെപ്പറേറ്റ് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടിലും പുതിയ പുതിയ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നറിയോ, കുറേ കുട്ടികളും പാരൻസും എല്ലായിട്ട് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് എന്താക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ടുപോയിട്ട് അപ്പുറം ഇട്ടിട്ട് ഒരു പുതിയ മെയിലിനെയും ഫീമെയിലിനെയും കൊണ്ടുവന്നിട്ട് ഇടും. അപ്പോൾ ഇവിടുന്ന് പിന്നെയും ബ്രീഡായി തുടങ്ങി അങ്ങനെയൊന്ന് സെറ്റപ്പ്. ഒന്നിത് പ്രസവിച്ചിട്ട് കറക്റ്റ് ഉണ്ട്. അത്രേ കുട്ടികളുണ്ടാകുന്നറിയോ. നമ്മൾ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുഡും കാര്യങ്ങളെല്ലാം പ്രോട്ടീനും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രീഡാവും കേട്ടോ. ചെറ ബ്രീഡാവും. എന്താ ഓരോ ബാച്ചിൽ ഒരു മെയിൽ 2 ഫീമെയിൽ, അതുപോലെ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീമെയിലങ്ങ് മാറ്റിയിട്ട് ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും കാണാം. വാ, പിന്നെ ഗിർബിൾസ് കണ്ടോ, എന്താ രസം. ഗിർബിൾ നല്ല രസമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ. ഇതൊരു പേരിടാം നമ്മൾ സെറ്റ് ചെയ്ത്. പിന്നെ ബോർഡെല്ലാം ചിലതെല്ലാം മാറിയിട്ടുണ്ടാവും കേട്ടോ. ഇവർ നമ്മൾ ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കുമ്പോൾ ഫ്രണ്ടിലെ ബോർഡ് കാണുമല്ലോ, അപ്പോൾ ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിയിട്ടുണ്ടാവും. അതുപോലെ ഗിർബിൾസിൻ്റെ കുട്ടിയെ കണ്ടോ, ചെറിയ നല്ല രസമാണ്. ഗിർബിൾസിനെ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. നോർമലി നമ്മളെ മൈസിനെ പോലെ അല്ല, പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും. ഇത് ഗിർബിൾസിൻ്റെ നല്ലൊരു പേരിതാ അതിൽ കാണാനല്ലേ. 2 സെപ്പറേറ്റ് കളറാണ്. ഈ നില കാണുമ്പോൾ ശരിക്കും പെരിച്ചതിനെ പോലെ ഉണ്ടല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ പെട്ടെന്ന് എടുക്കണ്ട, ആൾ ശരിക്കും കണ്ടോട്ടെ വീഡിയോ. അങ്ങനെ കാണിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചോ. എന്താ കുഞ്ഞിനെ അമ്മനെ കാണിച്ചതാ. ഗിർബിൾസിൻ്റെ ഷേപ്പ് ഉണ്ടോ, ആ രോമം അത്യാവശ്യം ഉണ്ടാവും മറ്റേതിനേക്കാളും. കുഞ്ഞിനെല്ലാം കണ്ട. അതുപോലെ നമ്മുടെ സിംഹത്തിൻ്റെ പോലെ വാലിൻ്റെ അറ്റത്ത് കുറച്ചധികം രോമം ഉണ്ടാവും. പ്രത്യേകം കാണണ്ട, ചെറിയൊരധികം മറ്റേതിനേക്കാളും കൂടുതലുണ്ടാവും. മൈസൂരിലും കാണുന്ന പോലെ. മൈസൂരിലും പിന്നെ രോമം ഉണ്ടാവില്ലല്ലോ. ഗിർബിൾസിൻ്റെ ഫുള്ള് രോമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ മൈസ്. ഫോട്ടോ എടുക്കണം. ഓക്കെ വീഡിയോയിൽ വരും കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.